നമസ്കാരം. ഇന്ന് അടുത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെന്ന് വിചാരിച്ചു. അടുത്തെന്ന് പറയുമ്പോൾ തൊട്ടടുത്തുണ്ട് 2 കിലോമീറ്റർ മടപ്പള്ളി ബീച്ച്. എൻ്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ പോയാൽ മതി മടപ്പള്ളി ബീച്ചിലേക്ക്. വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. പക്ഷേങ്കിൽ ടൂറിസ്റ്റുകളോ പിന്നെ സന്ദർശകരൊന്നും അത്ര അവിടെ എത്തിപ്പെടാറില്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ സ്ഥലത്തെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. നല്ല ബീച്ച്, നല്ല മനോഹരമായ ബീച്ച്. പിന്നെ കുട്ടികളെ ഉല്ലസിക്കാനും നമുക്ക് ഒന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റിയ സ്ഥലവും. പക്ഷേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. അത് പിന്നെ ഈ നാടിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം. ഈ നാട്ടിലുള്ള ജനങ്ങൾ തന്നെ ആൾക്കാർ, ഇതിപ്പം ഞാൻ തന്നെ, എനിക്ക് 2 കിലോമീറ്ററേ ഇവിടേക്ക് വരാൻ ദൂരമുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. കാരണം എന്ന് വെച്ചാൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഇത് കണ്ട് ആസ്വദിക്കാൻ നല്ല സ്ഥലമാണ്. നിങ്ങൾ പിന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിയായ സ്ഥലം ഞാൻ പറയാം. വടകരയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ മടപ്പള്ളിയിൽ ബീച്ച്. മടപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ ബീച്ച് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. പക്ഷേ ദൂര സ്ഥലങ്ങളിലുള്ളവർ ഇവിടെ വരാറില്ല എന്ന് മാത്രമല്ല, അടുത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാർ പോലും പിന്നെ അങ്ങ് തലശ്ശേരി ധർമ്മടത്തും കൊയിലാണ്ടി അങ്ങോട്ടും അങ്ങനെയുള്ള ബീച്ചുകളിലൊക്കെയാണ് ഇറങ്ങാനൊക്കെ പോകാറ്. പക്ഷേ നിങ്ങളൊക്കെ ഇവിടെ വരണം, ഇവിടെയുള്ള പ്രകൃതി ആസ്വദിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ മത്സ്യബന്ധനത്തിൽ പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അവരുടെ വലകളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ, ഇതിൽ വീഡിയോയിലുണ്ട്. വളരെ നീളമുള്ള വലയാണ്. അപ്പോൾ ആ വല മീനൊക്കെ കുടുങ്ങിയിട്ട് ചില സ്ഥലങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നെ ക്ലിയർ ആക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.